സംസ്ഥാനത്തെ ചെറുകിട വ്യവസായ രംഗത്തെ ഊർജ്ജപ്പെടുത്താൻ കൂടുതൽ പദ്ധതികളുമായി വ്യവസായ വകുപ്പ് 10,000 ചെറിയ സംരംഭങ്ങളെ 1 കോടി രൂപ വീതം വിറ്റുവരവിലേക്ക് എത്തിക്കുന്നതിനാണ് സർക്കാർ ലക്ഷ്യമിട്ടിരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. തലസ്ഥാനത്തെ സിഡ്കോയുടെ സുവർണ ജൂബിലി മന്ദിരത്തിന് തറക്കല്ലിട്ടുകൊണ്ടാണ് വ്യവസായ വകുപ്പിന്റെ പുതിയ ലക്ഷ്യം മന്ത്രി പി രാജീവ് വ്യക്തമാക്കിയത്. സംസ്ഥാനത്തിന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചെറുകിട വ്യവസായങ്ങളുടെ സാധ്യത ഉപയോഗപ്പെടുത്തുക എന്നതാണ് വ്യവസായ വകുപ്പ് ലക്ഷ്യം വെക്കുന്നത്. കേരളത്തിൽ നിലവിലുള്ള വ്യവസായങ്ങളിൽ മൂല്യവർദ്ധനവ് സാധ്യമാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന നടപടി. സിഡ്കോയുടെ ഉടമസ്ഥതയിലുള്ള വ്യവസായ എസ്റ്റേറ്റുകളിൽ പൊതുവായ ഫെസിലിറ്റേഷൻ സെന്ററുകൾ സ്ഥാപിച്ച് ചെറുകിട വ്യവസായങ്ങൾക്ക് ചിലവ് കുറയ്ക്കുന്നതിനുൾപ്പെടെ സഹായിക്കാനും വ്യവസായ വകുപ്പ് പദ്ധതിയിടുന്നുണ്ട്. ചെറിയ സംരംഭങ്ങളുണ്ടോ അതിലൊരു 10,000 എണ്ണം 1 കോടി ടേൺ ഉള്ളതാക്കി മാറ്റുക. ഒരു 10,000 സംരംഭങ്ങളെ ഒരു 1 കോടി ടേൺ ഉള്ളതായി ചെറിയ സംരംഭങ്ങൾ, നാനോ സംരംഭങ്ങളെ അപ്പോൾ ഒരു സ്കെയിലിംഗ് അപ്പ് അതിനകത്തും വരുത്താൻ ഗവൺമെന്റ് ശ്രമിക്കുന്നുണ്ട്. സംരംഭക സമൂഹവും ഗവൺമെന്റും ഒന്നിച്ചാണ് മുന്നോട്ട് പോകുന്നത്. തൊഴിൽ വകുപ്പിന്റെ അഗൈതവമായ പിന്തുണ ഈ എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. സംസ്ഥാനത്തെ കെ സ്റ്റോറുകൾ വഴി 26 കോടി രൂപയുടെ ഉൽപ്പന്നങ്ങൾ ഇതിനോടകം വിറ്റഴിക്കാൻ സാധിച്ചതും ചെറുകിട വ്യവസായങ്ങൾക്ക് പ്രോത്സാഹനമായി. UDF സർക്കാരിന്റെ കാലത്ത് അഴിമതിയെ തുടർന്ന് ദുഷ്പേര് കേട്ടിരുന്ന സിഡ്കോ പ്രവർത്തന ലാഭത്തിലായത് സംസ്ഥാനത്തെ ചെറുകിട വ്യവസായങ്ങൾക്ക് ആവേശം പകരുന്നുണ്ട്. വ്യവസായികൾക്ക് വിപുലമായ സൗകര്യങ്ങൾ ഉറപ്പാക്കിക്കൊണ്ടാണ് ഫെസിലിറ്റേഷൻ സെന്ററായി തിരുവനന്തപുരത്ത് സുവർണ ജൂബിലി മന്ദിരം നിർമ്മിക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.